celebrating 13 colorful years of capturing heartbeats of Kerala lights and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. കാനഡ റീജിയണൽ ഉദ്ഘാടനം ചരിത്രമായി. ഫൊക്കാനയുടെ കാനഡ റീജിയണൽ ഉദ്ഘാടനം TMC അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് സജിമോൻ ആന്റണി നിർവഹിച്ചു. ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയി ചാക്കപ്പൻ, ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ്, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ ബാരിയസ്റ്റർ ലത മേനോൻ, സോമൻ സ്കറിയ, മുൻ പ്രസിഡന്റും അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ജോൺ പി ജോൺ, പൊളിറ്റിക്കൽ ഫോറം വൈസ് ചെയർ ബിജു ജോർജ്, ഫൊക്കാന ഓഡിറ്റർ നിതിൻ ജോസഫ്, വിമൻസ് ഫോറം വൈസ് ചെയർ ബിലു കുര്യൻ, വിമൻസ് ഫോറം നാഷണൽ കമ്മിറ്റി മെമ്പർ ഷോജി സിനോയ്, യൂത്ത് കമ്മിറ്റി മെമ്പേഴ്സായ ഹണി ജോസഫ്, അനിത ജോർജ്, മുൻ സെക്രട്ടറി ടോമി കോക്കാട്ട് തുടങ്ങിയ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോസി കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു. അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ സംഘടനാ രംഗത്ത് സമാനതകൾ ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇന്ന് ഫൊക്കാന നടത്തുന്നത് എന്ന് സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു. അതിന് ഉദാഹരണമാണ് ഈ റീജിയന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടന മീറ്റിംഗ് നടത്തുന്നത്. ഈ ഉദ്ഘാടന മീറ്റിംഗ് ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുകയാണ്. ഇതുപോലെ എല്ലാ റീജിയനുകളിലും മീറ്റിംഗുകൾ നടക്കുകയാണ്. സമഗ്രവും വ്യത്യസ്തവുമായ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ട കാര്യപ്രാപ്തിയുള്ള ഒരു നേതൃത്വമാണ് ഇന്ന് ഫൊക്കാനയ്ക്കുള്ളത്. കഴിഞ്ഞ 41 വർഷമായി ജനഹൃദയങ്ങളിൽ ഫൊക്കാനയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. നമുക്ക് ശേഷവും അതുണ്ടാകും. ഡ്രീം ടീം എന്ന 22 പദ്ധതികളുമായി വന്നു. അതിൻ്റെ എണ്ണം കൂടുന്നു. അതുപോലെ 200ഓളം വനിതാ ലീഡേഴ്സിന്റെ ഒരു ടീമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്ത് യുവാക്കൾ വരാതിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് 74 യൂത്ത് ലീഡേഴ്സിന്റെ ടീമുകളാണുള്ളത്. അത് താമസിയാതെ 100-ൽ കൂടുതലാകും. ഫൊക്കാനയിൽ 75 സംഘടനകളുണ്ട്. വളരെയധികം പുതിയ സംഘടനകളുടെ അപേക്ഷ വരുന്നുണ്ടെന്നും സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു. റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോസി കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു. യുവാക്കൾക്ക് മുൻതൂക്കമുള്ള ശക്തമായ ഒരു ഭരണസമിതിയാണ് ഇന്ന് ഫൊക്കാനയുടേതെന്ന്, അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ തന്റെ പ്രസംഗത്തിൽ മലയാളികളുടെ ശബ്ദം എവിടെയും മുഴങ്ങിൽ കേൾക്കാനുള്ള സാഹചര്യം ഫൊക്കാന സംജാതമാക്കുമെന്നും നാം ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും. പിന്നീടൊരവസരം ലഭിച്ചെന്ന് വരില്ല. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകുന്നതിൽ സന്തോഷവും രേഖപ്പെടുത്തി. അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളി യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരെ അമേരിക്കയുടെയും കാനഡയുടെയും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലേക്കും കൊണ്ടുവരിക എന്നതുകൂടിയാണ് ഫൊക്കാനയുടെ ലക്ഷ്യമെന്ന് ട്രഷറർ ജോയി ചാക്കപ്പൻ അഭിപ്രായപ്പെട്ടു. ഫൊക്കാനയെ വരും തലമുറയുടെ കൈകളിൽ എത്തിച്ചുകൊണ്ട് സംഘടനയുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ തന്റെ ലക്ഷ്യമെന്നും ജോജി തോമസ് അഭിപ്രായപ്പെട്ടു. യുവത്വത്തിന് കാതലായ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അതിനുവേണ്ടി യൂത്ത് കമ്മിറ്റി വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൊക്കാനയുടെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇനിയുള്ള 2 വർഷങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വൻതോതിലുള്ള പ്രവർത്തനങ്ങളും നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ അമേരിക്കൻ കാനഡ യുവാക്കളുടെ ഒരു ഏകീകരണം കൂടിയാണ് ഈ ഭരണകാലത്ത് ഫൊക്കാന ഉദ്ദേശിക്കുന്നതെന്ന് ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന അഭിപ്രായപ്പെട്ടു.
അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ജോൺ പി ജോൺ, പൊളിറ്റിക്കൽ ഫോറം വൈസ് ചെയർ ബിജു ജോർജ്, ഫൊക്കാന ഓഡിറ്റർ നിതിൻ ജോസഫ്, വിമൻസ് ഫോറം വൈസ് ചെയർ ബിലു കുര്യൻ, വിമൻസ് ഫോറം നാഷണൽ കമ്മിറ്റി മെമ്പർ ഷോജി സിനോയ്, യൂത്ത് കമ്മിറ്റി മെമ്പേഴ്സായ ഹണി ജോസഫ്, അനിത ജോർജ്, മുൻ സെക്രട്ടറി ടോമി കോക്കാട്ട് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ബാരിസ്റ്റർ ലത മേനോൻ ഇതിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. കാനഡയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു റീജിയണൽ ഉദ്ഘാടനം നടത്തുന്നതെന്നും ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങളുമായി നിങ്ങളോടൊപ്പം കാണുമെന്നും അവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.